നമസ്കാരം. പ്രവാസികളെ ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകൾ. ഇറാൻ ഇസ്രായേൽ യുദ്ധം മുറുകുകയാണ്. അതോടൊപ്പം ട്രംപിന്റെ മുന്നറിയിപ്പ് വീണ്ടും എത്തി. ഇറാനെതിരെയുള്ള നീക്കത്തിൽ ആവശ്യമെങ്കിൽ അമേരിക്കൻ കരസേനയെ ഇറക്കാൻ മടിക്കില്ലെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കി. മറ്റു പ്രസിഡന്റുമാരെ പോലെ കരസേനയെ അയക്കില്ല എന്ന വാഗ്ദാനം താൻ നൽകില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇറാനിലെ പ്രധാന കേന്ദ്രങ്ങളിൽ ഇസ്രായേലും US വൻ വ്യോമാക്രമണം ശക്തമായി തുടരുകയാണ്. ഇതിനോടകം 1000-ലധികം ഇറാൻ സുരക്ഷാ ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടതായിട്ടാണ് റിപ്പോർട്ട്. അതേസമയം വിമാനത്താവളങ്ങൾ, അതായത് ദുബായ് വിമാനത്താവളം ഭാഗികമായി തുറന്നു പ്രവർത്തനം ആരംഭിച്ചു. ആദ്യ വിമാനം മുംബൈയിലേക്കും പുറപ്പെട്ടു. ചരക്ക് വിമാനങ്ങളും സർവീസ് തുടങ്ങിയിട്ടുണ്ട്. സംഘർഷം ശക്തമായിരിക്കെ പുടിനും സൗദി കിരീടാവകാശിയും തമ്മിൽ ഫോണിൽ സംസാരിച്ചു. ഇറാൻ വിപ്ലവ ഗാർഡുകൾ ഭീഷണിയുമായും രംഗത്തെത്തിയിട്ടുണ്ട്. ആഗോളതലത്തിൽ ഇന്ധനവില കൂടി. യുദ്ധം കാരണം അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവില കുതിച്ചുയരുന്നത് തടയാൻ യൂറോപ്യൻ യൂണിയൻ അടിയന്തര യോഗം ചേർന്നിരിക്കുകയാണ്. ഇറാന്റെ പരമാധികാരി അലി ഖമേനിയുടെ വധത്തിന് പ്രതികാരമായി ഹിസ്ബുള്ള നടത്തിയ മിസൈൽ ആക്രമണങ്ങൾക്ക് പിന്നാലെ ഇസ്രായേൽ ലെബനനിൽ ശക്തമായ തിരിച്ചടി നൽകിയിട്ടുണ്ട്. ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണങ്ങളിൽ 52 പേർ കൊല്ലപ്പെടുകയും 154 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി റിപ്പോർട്ടുണ്ട്. ബൈറൂട്ടിന്റെ പ്രാന്തപ്രദേശങ്ങളിലും തെക്കൻ ലെബനനിലുമാണ് ആക്രമണം ഉണ്ടായത്. ഏകദേശം 29,000 ആളുകൾ വീടുപേക്ഷിച്ച് ഓടിപ്പോയി. ലെബനനിൽ സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിക്കുകയും താൽക്കാലിക അഭയകേന്ദ്രങ്ങൾ തുറക്കുകയും ചെയ്തിട്ടുണ്ട്. ഹിസ്ബുള്ളയുടെ 70ഓളം ആയുധപ്പുരകളും വിക്ഷേപണ കേന്ദ്രങ്ങളും തകർത്തതായി ഇസ്രായേൽ അവകാശപ്പെട്ടു. മിഡിൽ ഈസ്റ്റിൽ സംഘർഷം കടുക്കുകയാണ്. ഹിസ്ബുള്ളയുടെ രഹസ്യാന്വേഷണ വിഭാഗം തലവൻ ഹുസൈൻ മക്ലദീനെ വധിച്ചതായി ഇസ്രായേൽ പ്രതിരോധ സേന അറിയിച്ചു. ലെബനൻ തലസ്ഥാനമായ ബെയ്റൂട്ടിൽ നടത്തിയ വ്യോമാക്രമണത്തിലാണ് ഇയാൾ കൊല്ലപ്പെട്ടത്. ഹിസ്ബുള്ളയ്ക്ക് കനത്ത തിരിച്ചടിയായത്. ഹിസ്ബുള്ളയുടെ രഹസ്യാന്വേഷണ ആസ്ഥാനത്തിന്റെ ചുമതലയുള്ള ഹുസൈൻ മഖ്ദലിനെ ലക്ഷ്യമിട്ടായിരുന്നു ഇസ്രായേലിന്റെ ആക്രമണം. ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമേനി കൊല്ലപ്പെട്ടതിന് പിന്നാലെ ഇറാൻ ഭരണകൂടം ഇസ്രായേലിന് നേരെയും ഗൾഫ് മേഖലയിലെ US സൈനിക താവളങ്ങൾക്ക് നേരെയും മിസൈലുകളും ഡ്രോണുകളും തൊടുത്തുവിട്ടിരുന്നു. ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനിൽ കൂടുതൽ ശക്തമായ ആക്രമണങ്ങൾ നടത്തുമെന്നും ഇസ്രായേൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതേസമയം സംഘർഷം ആഗോളതലത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിട്ടുണ്ട്. ജർമ്മനി ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ പ്രതികരണങ്ങളാണ് ഉയരുന്നത്. നിലവിൽ മിഡിൽ ഈസ്റ്റിൽ സംഘർഷം വ്യാപിച്ചുകൊണ്ടിരിക്കെ ലോകം അതീവ ജാഗ്രതയോടെയാണ് എല്ലാ നീക്കങ്ങളും നിരീക്ഷിക്കുന്നത്. ഇതിനിടെ ഇറാനിലെ പുതിയ നേതാവ് അയത്തുള്ള അറാബിയും കൊല്ലപ്പെട്ടതായി അഭ്യൂഹം പരന്നു. അയത്തുള്ള ഖമേനിയുടെ മരണശേഷം ഇറാനിന്റെ ഭരണ ചുമതല ഏറ്റ 3-അംഗ സമിതിയിലെ അയത്തുള്ള അറാബി കൊല്ലപ്പെട്ടതായി ഇസ്രായേൽ മാധ്യമങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത്. ടെഹ്റാനിലുണ്ടായ വ്യോമാക്രമണത്തിലാണ് ഇയാൾ കൊല്ലപ്പെട്ടതെന്ന് പറയപ്പെടുന്നു. ഇതിന് ഔദ്യോഗിക സ്ഥിരീകരണം ഇതുവരെ ഉണ്ടായിട്ടില്ല. കൊല്ലപ്പെട്ടെന്ന് വാർത്തകൾ വരുമ്പോഴും അറാഫി ടിവിയിലൂടെ ജനങ്ങളെ അഭിസംബോധന ചെയ്തതായും വാർത്തയുണ്ട്. എന്നാൽ ഖമേനിയുടെ മരണം ഇറാൻ സ്ഥിരീകരിക്കുന്നതിന് മുമ്പേ തന്നെ ഇസ്രായേൽ മാധ്യമങ്ങൾ ഡൊണാൾഡ് ട്രംപും അന്ന് ഖമേനി കൊല്ലപ്പെട്ടുവെന്ന് വാർത്ത പുറത്തുവിട്ടിരുന്നു. US താവളങ്ങൾക്ക് നേരെ ഇറാൻ നടത്തിയ ആക്രമണത്തിന് പിന്നാലെ തിരിച്ചടിക്കുമെന്ന് സൗദി അറേബ്യ ഇറാന് പരസ്യമായി മുന്നറിയിപ്പ് നൽകി. ഇതിനായി സൈന്യത്തിന് കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ അനുമതി നൽകിയതായും റിപ്പോർട്ടുണ്ട്. ഒരു വലിയ യുദ്ധം ഉണ്ടായാൽ അത് സൗദിയുടെ സാമ്പത്തിക മേഖലയും 2034 ലോകകപ്പ് ഉൾപ്പെടെയുള്ള വമ്പൻ പദ്ധതികളെയും ബാധിക്കും. അതിനാൽ തന്നെ സൈനിക നീക്കവും സമാധാനവും തമ്മിലുള്ള കടുത്ത ബാലൻസിംഗിലാണ് സൗദി ഇപ്പോൾ. അതേസമയം ഇറാൻ US സംഘർഷത്തെ തുടർന്ന് ഹോർമൂസ് കടലിടുക്ക് അടച്ചതിനാൽ 25 ജർമ്മൻ കപ്പലുകൾ പേർഷ്യൻ ഗൾഫിൽ കുടുങ്ങി. ഇരു രാജ്യങ്ങളും നടത്തുന്ന വ്യോമാക്രമണത്തിന് പിന്നാലെ ഗൾഫ് മേഖലയിലാകെ യുദ്ധഭീതി പടരുകയും വിമാനത്താവളങ്ങളും കപ്പൽപാതകളും ഭാഗികമായി അടയ്ക്കുകയും ചെയ്തു. നിലവിലെ സാഹചര്യം ഇറാനും പാശ്ചാത്യ രാജ്യങ്ങളും സൈനിക സംഘർഷത്തെ തുടർന്ന് ഹോർമൂസ് കടലിടുക്കിലേക്ക് പോയ 25ഓളം ജർമ്മൻ കപ്പലുകളാണ് പേർഷ്യൻ ഗൾഫിൽ കുടുങ്ങിക്കിടക്കുന്നത്. പ്രമുഖ കമ്പനിയായ ഹാപ്പാക് ലോയിഡിന്റെയും മെയിൻ ഷിപ്പ് തുടങ്ങിയ ടൂറിസ്റ്റ് ക്രൂയിസ് കപ്പലുകളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ചരക്ക് നീക്കം നിലച്ചതോടെ അന്താരാഷ്ട്ര വിപണിയിൽ കപ്പൽ വാടകയും ഇൻഷുറൻസ് നിരക്കും കുത്തനെ കൂടിയിട്ടുണ്ട്. പല കപ്പലുകളും ഇപ്പോൾ UAE, ഖത്തർ എന്നിവിടങ്ങളിലെ തുറമുഖങ്ങളിൽ അഭയം തേടിയിരിക്കുകയാണ്. യുദ്ധ പ്രതിസന്ധിയിൽ ദുബായിൽ കുടുങ്ങിയ വിനോദസഞ്ചാരികളെ ഇറ്റലി ഒഴിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ഇറ്റലിയുടെ നീക്കത്തിൽ ദുബായിൽ കുടുങ്ങിയ 98 ഇറ്റാലിയൻ വിനോദസഞ്ചാരികളെ ഒമാൻ വഴി റോമിലെത്തിച്ചു. ഏകദേശം 200 വിദ്യാർത്ഥികളെ ചൊവ്വാഴ്ച മിലാനിലേക്കും കൊണ്ടുപോകും. ആയിരക്കണക്കിന് ജർമ്മൻ സഞ്ചാരികൾ ഇപ്പോഴും അവിടെ കുടുങ്ങിക്കിടപ്പുണ്ട്. അവരെ ഒഴിപ്പിക്കാനായി സൗദി അറേബ്യയിലേക്കും ഒമാനിലേക്കും ചാർട്ടർ വിമാനങ്ങൾ ജർമ്മൻ സർക്കാർ അയക്കുകയും ചെയ്തു. ദുബായിൽ നിന്ന് ഒരു ലുഫ്താൻസ വിമാനം തിങ്കളാഴ്ച മ്യൂണിക്കിലേക്ക് പുറപ്പെടുകയും ചെയ്തു. ദുബായ് വിമാനത്താവളം ഭാഗികമായി പ്രവർത്തനം ആരംഭിച്ചെങ്കിലും വിമാന സർവീസുകൾ ഇപ്പോഴും പരിമിതമാണ്. വ്യോമപാതകൾ അടച്ചതാണ് പ്രധാന കാരണം. ഏതാണ്ട് 30,000
പതിനായിരത്തോളം ജർമ്മൻ വിനോദസഞ്ചാരികളാണ് ദുബായിലും പരിസരത്തുമായി കുടുങ്ങിക്കിടക്കുന്നത്. നിലവിൽ ഇവരെല്ലാം ഹോട്ടലുകളിലാണ് കഴിയുന്നത്. ആകാശമാർഗം ആളുകളെ ഒഴിപ്പിക്കൽ ആരംഭിച്ചതായി ജർമ്മൻ വിദേശകാര്യ മന്ത്രാലയം സ്ഥിരീകരിക്കുകയും ചെയ്തു. 30,000-ത്തോളം വിനോദസഞ്ചാരികളിൽ 10,000-ത്തിലധികം പേർ അടിയന്തര സഹായത്തിനായി എംബസിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ദുബായ് ഉൾപ്പെടെയുള്ള പ്രധാന വിമാനത്താവളങ്ങൾ അടയ്ക്കുകയും ക്രൂയിസ് കപ്പലുകൾ സർവീസ് നിർത്തിവെക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് ഇത്. വിനോദസഞ്ചാരികൾ തങ്ങുന്ന ഹോട്ടലുകളിൽ തന്നെ തുടരണമെന്നും സ്വന്തം നിലയ്ക്ക് അതിർത്തി കടക്കാൻ ശ്രമിക്കരുതെന്നും ജർമ്മൻ ട്രാവൽ അസോസിയേഷൻ കർശന നിർദ്ദേശം നൽകുകയും ചെയ്തു. എന്നാൽ യുദ്ധം പെട്ടെന്ന് അവസാനിക്കുമെന്ന് കരുതാനാവില്ലെന്നും നിലവിലെ സാഹചര്യത്തിൽ സൈനിക നീക്കത്തിലൂടെ ആളുകളെ ഒഴിപ്പിക്കാൻ പദ്ധതിയിട്ടെന്നുമാണ് ജർമ്മൻ വിദേശകാര്യമന്ത്രി ജോഹാൻ വാഡഫോൾ പറഞ്ഞത്. നിലവിൽ ദുബായ് സർക്കാർ കുടുങ്ങിക്കിടക്കുന്ന യാത്രക്കാർക്ക് ഭക്ഷണവും താമസ സൗകര്യവും ഉറപ്പാക്കുന്നുണ്ട്. എങ്കിലും മേഖലയിൽ റോക്കറ്റ് ആക്രമണ ഭീതി നിലനിൽക്കുന്നതിനാൽ വലിയ തോതിലുള്ള അനിശ്ചിതത്വം തുടരുന്നുണ്ട്. ജർമ്മൻ സർക്കാരിന്റെ ഒഴിപ്പിക്കൽ നീക്കത്തിൽ എയർബസ് A330 MRIT പോലുള്ള സൈനിക വിമാനങ്ങളും മറ്റു പ്രത്യേക വിമാനങ്ങളും ഉപയോഗിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. ജർമ്മൻ ചാൻസലറും വിദേശകാര്യ മന്ത്രാലയവും സ്ഥിതിഗതികൾ നിരീക്ഷിച്ചു വരികയാണ്. ഇസ്രയേലും അമേരിക്കയും ഇറാനിൽ നടത്തുന്ന സൈനിക നീക്കങ്ങൾക്ക് പകരമായി ജർമ്മനിയിൽ ഇറാൻ രഹസ്യാക്രമണങ്ങൾക്ക് മുതിർന്നേക്കാമെന്ന് ജർമ്മൻ രഹസ്യാന്വേഷണ വിഭാഗം മേധാവി സ്റ്റീഫൻ ക്രാമർ മുന്നറിയിപ്പ് നൽകി. തുറന്ന യുദ്ധത്തെക്കാൾ ഉപരിയായി സൈബർ ആക്രമണങ്ങൾക്കും അട്ടിമറി നീക്കങ്ങൾക്കുമാണ് സാധ്യതയെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇറാൻ അനുകൂല ഹാക്കർമാരും സർക്കാർ നിയന്ത്രിത ഗ്രൂപ്പുകളും ജർമ്മനിയിലെ വ്യവസായശാലകളെയും പ്രധാന സാങ്കേതിക വിദ്യകളെയും ലക്ഷ്യമിട്ടായിരിക്കും ആക്രമണമെന്നും മുന്നറിയിപ്പുണ്ട്. ജർമ്മനിയിലെ ജൂത കേന്ദ്രങ്ങൾ, ഇസ്രായേൽ അമേരിക്കൻ സ്ഥാപനങ്ങൾ, ഇറാൻ ഭരണകൂടത്തെ എതിർക്കുന്ന പ്രവാസി സംഘടനകൾ എന്നിവയ്ക്ക് നേരെയും ആക്രമണങ്ങൾ ഉണ്ടായേക്കാം. മിഡിൽ ഈസ്റ്റ് പ്രതിസന്ധിക്കിടയിൽ ജർമ്മൻ ചാൻസലർ ഫ്രെഡറിക് മെർസ് വാഷിംഗ്ടണിലേക്ക് പറന്നു. ട്രംപുമായുള്ള കൂടിക്കാഴ്ച നിർണായകമാകും. ചൈന സന്ദർശനത്തിന് പിന്നാലെ ജർമ്മൻ ചാൻസലർ ഫ്രെഡറിക് മെർസ് അതീവ പ്രാധാന്യമുള്ള അമേരിക്കൻ സന്ദർശനത്തിനായിട്ടാണ് വാഷിംഗ്ടണിലേക്ക് തിങ്കളാഴ്ച തിരിച്ചത്. ചൊവ്വാഴ്ച വൈറ്റ് ഹൌസിൽ വെച്ച് അദ്ദേഹം US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി കൂടിക്കാണും. ഇറാനിലെ സൈനിക നീക്കങ്ങൾക്ക് ശേഷം ട്രംപ് സ്വീകരിക്കുന്ന ആദ്യ വിദേശ ഭരണത്തലവനാണ് മെർസ്. ഈ സന്ദർശനത്തിന്റെ പ്രാധാന്യം അതുകൊണ്ട് തന്നെ വർദ്ധിപ്പിക്കുന്നുണ്ട്. ഫ്രാൻസ്, ബ്രിട്ടൻ തുടങ്ങിയ രാജ്യങ്ങളുമായി ചേർന്ന് ഈ വിഷയത്തിൽ അമേരിക്കയുമായി സഹകരിച്ച് പ്രവർത്തിക്കാനാണ് ജർമ്മനിയുടെ നീക്കം. ഹാനോവറിലെ കെയർ ഹോമുകളിൽ ജോലി തട്ടിപ്പ് നടത്തിയതിന്റെ പേരിൽ പെട്ടുപോയത് 200ഓളം മലയാളികളാണ്. മലയാളികളെ ലക്ഷ്യം വെച്ച് നടന്ന ജോലി തട്ടിപ്പുകളെ കുറിച്ചുള്ള പുതിയ വിവരങ്ങൾ പുറത്തായി. ഹാനോവറിലെ സീനിയോറൻ ഐൻറിസ്റ്റുങ്ങായ ഡാനയിലാണ് തട്ടിപ്പ് നടത്തിയത്. ജർമ്മനിയിലെ നഴ്സിംഗ് മേഖലയിലേക്ക് ആളുകളെ എത്തിക്കുന്ന ചില ഏജൻസികൾ ഉദ്യോഗാർത്ഥികളെ വഞ്ചിക്കുന്നതായി അടുത്ത കാലത്തായി നിരവധി റിപ്പോർട്ടുകൾ പുറത്തു വന്നതിന്റെ പിന്നാലെയാണ് പുതിയ തട്ടിപ്പിന്റെ വിവരങ്ങളും പുറത്തു വരുന്നത്. വ്യാജ വാഗ്ദാനങ്ങൾ നൽകി ഉയർന്ന ശമ്പളവും മികച്ച താമസ സൗകര്യവും ഒക്കെ പ്രദാനം ചെയ്യുമെന്ന പരസ്യപ്പെടുത്തലാണ് വലിയ തുക കമ്മീഷൻ വാങ്ങി ജർമ്മനിയിൽ എത്തിക്കുന്ന സംഘങ്ങൾ പ്രവർത്തിക്കുന്നത്. എന്നാൽ ഇവിടെ എത്തുമ്പോൾ പറഞ്ഞ ശമ്പളമോ സൗകര്യമോ ലഭിക്കുന്നില്ല. ഭാഷാ പരിജ്ഞാനം B1 അല്ലെങ്കിൽ B2 ലെവൽ യോഗ്യത ഇല്ലാത്തവരെ പോലും വ്യാജ സർട്ടിഫിക്കറ്റുകൾ വഴി എത്തിക്കാൻ ശ്രമിക്കുകയും ജർമ്മനിയിൽ എത്തുമ്പോൾ ഇവർക്ക് ജോലി ചെയ്യാൻ കഴിയാതെ വരികയും ചെയ്യുന്ന സാഹചര്യമാണ് ഇതിലൂടെ ഉണ്ടായിരിക്കുന്നത്. ഹാനോവർ പോലുള്ള നഗരങ്ങളിലെ ചില സ്വകാര്യ ഹോമുകളിൽ മലയാളികളെ കൊണ്ട് അമിതമായി പണിയെടുപ്പിക്കുകയും കൃത്യമായി വിവരം നൽകാതിരിക്കുകയും ചെയ്ത സംഭവങ്ങൾ അടുത്തിടെയായി കൂടുതലായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ജർമ്മനിയിലെ ഇന്ത്യൻ എംബസിയും പ്രാദേശിക തൊഴിൽ വകുപ്പുകളും ഇത്തരം പരാതികളിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അനധികൃതമായി പ്രവർത്തിക്കുന്ന ഏജൻസികളെ കരിമ്പട്ടികയിൽപ്പെടുത്താനുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. ഇതിൽ നോർക്കയുടെ ഇടപെടലും ഉണ്ടായേക്കും. പ്രവാസി ഓൺലൈൻ നോർക്കയുമായി ബന്ധപ്പെട്ട് ഇക്കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. വ്യക്തിഗത ഏജൻസികൾ വഴിയുള്ള റിക്രൂട്ട്മെന്റ് ചതിക്കുഴികളായിരിക്കുമെന്നുള്ള ഓർമ്മ എല്ലാവർക്കും ഉണ്ടായിരിക്കുന്നത് നല്ലതാണ്. സോഷ്യൽ മീഡിയ കൂട്ടായ്മയിലും ഹാനോവറിലെ മറ്റ് ജർമ്മൻ നഗരങ്ങളിലെയും മലയാളി അസോസിയേഷനുകൾ ഇപ്പോൾ കൂടുതൽ ജാഗ്രതയിലാണ്. പുതിയതായി വരുന്നവർക്ക് സഹായം നൽകാനും തട്ടിപ്പുകൾ തിരിച്ചറിയാനും പലരും ഹെൽപ്പ് ഡെസ്കുകൾ തുടങ്ങാനും പദ്ധതിയിട്ടിട്ടുണ്ട്. ജോലി വാഗ്ദാനം ചെയ്യുന്ന ഏജൻസിക്ക് നോർക്കയുടെയോ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിന്റെയോ അംഗീകാരമുണ്ടോ എന്ന് ആദ്യം പരിശോധിക്കുകയാണ് വേണ്ടുന്നത്. അതുപോലെ തന്നെ ജർമ്മനിയിൽ എത്തുന്നതിന് മുമ്പ് നിങ്ങളുടെ എംപ്ലോയ്മെന്റ് കോൺട്രാക്ട് വ്യക്തമായി വായിച്ച് മനസ്സിലാക്കാൻ സാധിക്കാതെ വരുമ്പോൾ മറ്റുള്ളവരുമായി അല്ലെങ്കിൽ ജർമ്മനിയിൽ ഉള്ളവരുമായി ബന്ധപ്പെട്ട് ക്ലാരിഫിക്കേഷൻ വരുത്തുകയും വേണം. അമിതമായ പണം ആവശ്യപ്പെടുന്നതും ഏജൻസികൾ നടത്തുന്ന ഉഡായിപ്പിന്റെ ഭാഗമായിരിക്കും. ഇക്കാര്യങ്ങളെപ്പറ്റി നിങ്ങൾക്കറിയാവുന്ന ആർക്കെങ്കിലുമോ ഏതെങ്കിലും ബുദ്ധിമുട്ടുകളും മറ്റു പ്രശ്നങ്ങളും ഉണ്ടാവുകയാണെങ്കിൽ ഞങ്ങളുമായി വിവരങ്ങൾ പങ്കുവയ്ക്കണമെന്ന് ഈ അവസരത്തിൽ പ്രത്യേകം അഭ്യർത്ഥിക്കുന്നു.
ലുഫ്താൻസ പൈലറ്റുമാർ പ്രഖ്യാപിച്ച പണിമുടക്ക് പിൻവലിച്ചു. മിഡിൽ ഈസ്റ്റിൽ യുദ്ധം കടുക്കുന്ന സാഹചര്യത്തിലാണ് പൈലറ്റുമാരുടെ സംഘടനയായ യൂണിയൻ കോക്പിറ്റ് ഈ തീരുമാനം എടുത്തത്. വിയന്നയിലേക്കുള്ള ട്രെയിൻ യാത്ര ചെയ്ത 39കാരന്റെ കൈവശമുണ്ടായിരുന്ന പ്ലാസ്റ്റിക് കവറിൽ നിന്ന് 1,50,000 യൂറോയും സ്വിസ് ഫ്രാങ്കും ജർമ്മൻ പോലീസ് പിടിച്ചെടുത്തു. ഇത്രയും വലിയ തുകയുടെ ഉറവിടം വ്യക്തമാക്കാൻ ഇയാൾക്ക് കഴിഞ്ഞിട്ടില്ല. കള്ളപ്പണം വെളുപ്പിക്കലാണ് ഇതെന്ന് പോലീസ് വെളിപ്പെടുത്തി. ജർമ്മനിയിലെ നിയമപ്രകാരം ഉറവിടം തെളിയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പണം കണ്ടുകെട്ടാൻ പോലീസിന് അധികാരമുണ്ട്. ഇയാൾ ഇപ്പോൾ റിമാൻഡിലാണ്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിനൂടെ പൂർണ്ണമാവുകയാണ്. നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്ക് ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായ പ്രവാസി ഓൺലൈൻ.com സന്ദർശിക്കുക. നന്ദി, നമസ്കാരം.